പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. എത്രയോ സത്യമായ ഒരു വചനമാണിത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തെരഞ്ഞെടുത്ത സമൂഹത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ആ 12 ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്ന കാര്യമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ലോകത്തിൽ നിങ്ങൾക്ക് സുഖജീവിതം നയിക്കാമെന്നല്ല പറഞ്ഞത്. ലോകം നിങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാനോളം പുകഴ്ത്തി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വലിച്ചു വാരിക്കൂട്ടി തരുമെന്നല്ല പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകുമെന്ന് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കമുണ്ടാകുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കണമേ, ഇത് നമ്മുടെ കർത്താവ് മുൻകൂട്ടി നമ്മോട് പറഞ്ഞതാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എന്നിട്ട് പറയണം, നിങ്ങൾ ധൈര്യമായിരിക്കുക. നിങ്ങളെ ഞെരുക്കുവാൻ കടന്നു വരുന്ന ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ, എത്ര വലിയ പ്രതിസന്ധികളായിക്കോട്ടെ, കൂട്ടുകാരിൽ നിന്നായിക്കോട്ടെ, അയൽവാസികളിൽ നിന്നായിക്കോട്ടെ, മാതാപിതാക്കളിൽ നിന്നോ, സഹോദരങ്ങളിൽ നിന്നോ, ജീവിത പങ്കാളിയിൽ നിന്നോ, ഏത് വ്യക്തിയിൽ നിന്നോ വേണമെങ്കിലും നമുക്ക് വേദനിപ്പിക്കപ്പെടുന്ന അവസ്ഥയും ഞെരുക്കപ്പെടുന്ന അവസ്ഥയും പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിരിക്കെ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. 100% മനുഷ്യനും 100% ദൈവവുമായിരുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറയുകയാണ്, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ഞാൻ ലോകത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തുടർന്ന് പറയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ പറയണം, അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് കഴിയും. ഈ ലോകത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ടാകും, പീഡകളുണ്ടാകും. പീഡകളും സഹനങ്ങളും പരീക്ഷകളും ഉണ്ടാകുമ്പോൾ അങ്ങനെ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. അതിനുവേണ്ടി പരീക്ഷിക്കപ്പെട്ടവനാണ്, പീഡ സഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ എനിക്ക് ഏത് തരത്തിലുള്ള ഞെരുക്കമുണ്ടായാലും ആ ഞെരുക്കമുണ്ടാകുന്ന സമയത്ത് എന്നെ സഹായിക്കുവാൻ, എന്നെ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്നെ സഹായിക്കുവാൻ എൻ്റെ കർത്താവിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ വചനത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം നിശ്ചയമായും ലഭിക്കും. ഈ ലോകത്തിൽ നിന്നുണ്ടാകുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കും. നമുക്ക് വചനത്തിൽ വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ഈ ലോകത്തെ കീഴടക്കി. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകുമെന്ന്. അങ്ങനെ ഞെരുക്കമുണ്ടാകുമ്പോൾ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അനുദിന ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അവിടുന്ന് ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.